ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ പള്ളിയിലത്തെ തിരുനാൾ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിലമ്പൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 8 മണിയാവാറായപ്പോഴേക്കും നമ്മൾ ഇറങ്ങി ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിലും കൂടുതലും അടിപൊളിയായിട്ട് നടത്തുന്ന ഒരു പെരുന്നാളാണ് കപ്പേളയിലത്തെ. എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു കുഞ്ഞു കപ്പേളയാണ്. പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാർ വരും. അതുപോലെ അവിടുത്തെ തിരുനാൾ എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോന്നപ്പോൾ ജൂലിനെയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. അപ്പോൾ അവളും പോന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞപ്പിന് ദേ പെട്ടെന്ന് തന്നെ അവളായിട്ട് കമ്പനി ആയിട്ടോ. തട്ടയ്ക്കൊക്കെ കൊടുക്കുകയാണ്. വൈകിട്ട് പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഡാൻസൊക്കെ കളിക്കുന്നതാണ്. ചെണ്ടമേളമൊക്കെ കേട്ടിട്ട് ഡാൻസ് കളിക്കാൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് തലേ ദിവസമാണ് എത്തിയത്. അപ്പോൾ അന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രി പ്രദക്ഷിണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ടാബ്ലോ മത്സരമുണ്ട്. എന്ന് വെച്ചാൽ ബൈബിളിനെ ആസ്പദമാക്കിയിട്ട് ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആസ്പദമാക്കിയിട്ട് ഇങ്ങനെ ടാബ്ലോ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് 25,000 രൂപ, സെക്കൻഡ് 15,000, പിന്നെ തേർഡ് 10 5 എന്തോ ആണ്, കറക്റ്റായിട്ട് എനിക്കറിയില്ല. അങ്ങനെ മത്സരത്തിൽ സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ പങ്കെടുക്കുന്നവർക്കും പ്രോത്സാഹന സമ്മാനമായിട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ എന്നൊക്കെ വെച്ചാൽ മുൻപൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറവായിരുന്നു, എന്നാലും നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആൾക്കാർ
രാത്രി പ്രദക്ഷിണവും പിന്നെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫ്യൂഷൻ ചെണ്ടമേളം പരിപാടി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവരാണ് പെരുന്നാൾ നടത്തിയത്. അപ്പോൾ അവിടെ ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ ഞങ്ങൾ പോവാണ്. വീഡിയോ കൊള്ളാം. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും ഇങ്ങനെ ഒരുമിച്ച് കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായി. ഓരോ പ്രാവശ്യം കാണാമെന്ന് വിചാരിക്കുമ്പോൾ ആരെങ്കിലും ഒരാളുടെ കുറവുണ്ടാവും. മിക്കവാറും എനിക്കായിരിക്കും എത്താൻ പറ്റാത്തത്. അങ്ങനെ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് കണ്ടു കേട്ടോ. എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്കറിയാം, എനിക്കൊരു എല്ലായ്പ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. 250 രൂപ രണ്ടുപേരും ഞാൻ ഓർപ്പിക്കാൻ വേണ്ട. മതി മതി കഴിച്ചോ. അപ്പോൾ അവർ രാവിലെ എത്തിയായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ കടവിൽ കൊണ്ടാക്കി കേട്ടോ. അവിടുന്ന് പിന്നെ 3 കൂടി അങ്ങ് പോയി. പിന്നെ ചേട്ടനൊക്കെ വന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോയായിരുന്നു. ഞാൻ മാത്രം പോയില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പിറ്റേ ദിവസം ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അന്ന് വൈകിട്ട് പരിപാടി എന്ന് വെച്ചാൽ മെഗാ ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ അടിച്ച് അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് കിടന്നുറക്കിയത്. പിന്നെ പരിപാടി എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ പെരുന്നാളും അടിപൊളിയായിട്ട് തന്നെ നടന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ തിരുനാൾ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.